എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ അയ്യപ്പൻ കോവിൽ കാണാനാണ് പോകുന്നത്. അയ്യപ്പൻ കോവിൽ എത്തണമെങ്കിൽ മാട്ടുക്കട എന്ന സ്ഥലമുണ്ട്. ഇതാണ് മാട്ടുക്കട. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് 2 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ പുണ്യപുരാതനമായ ഒരു 1000 വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അയ്യപ്പൻ കോവിൽ. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു അയ്യപ്പൻ കോവിൽ ബ്രിഡ്ജുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ 1 കിലോമീറ്ററായി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ അയ്യപ്പൻ കോവിൽ. പിന്നെ അയ്യപ്പൻ കോവിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അയ്യപ്പൻ കോവിൽ കടവ്. അതിൻ്റെ അടുത്ത് തൂക്കുപാലമുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് പുണ്യപുരാതനമായ അയ്യപ്പ ക്ഷേത്രം ഉണ്ടാവും. ഒക്കെ കാണാം. ഇതാണ് അയ്യപ്പൻ കോവിൽ കടവ്, തൂക്കുപാലം. ിലധികം ആൾ കയറാൻ പാടില്ലെന്നാണ്. തൂക്കുപാലത്തിലേക്ക് കയറാം. ഇത് വളരെ പഴക്കം ചെന്നൊരു തൂക്കുപാലം കൂടിയാണ് ഇത്. പക്ഷെ ഒരു വലിയ തൂക്കുപാലമാണ്. ഒത്തിരി നീളം കൂടിയ തൂക്കുപാലം എന്ന് പറയാം. വലുതൊന്നുമല്ല, നീളം കൂടിയ. അങ്ങ് കാണുന്നതാണ് പഴയ അയ്യപ്പൻ കോവിലത്. പുതിയത് എവിടെയാണ് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. എന്താ കാഴ്ച! വെള്ളം തീരെ കുറവാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിടിലൻ തന്നെയാണ്. നല്ല കാഴ്ചയാണ്. ഇത് ഏറ്റവും നീളം കൂടിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. പഴയതും ഏറ്റവും കൂടുതൽ നീളം കൂടിയത്. നല്ല ശക്തമായ ഒരു പയ്യൻ വന്നിട്ട് നല്ലോണം ഓടി അങ്ങോട്ടേക്ക്. എൻ്റെ പോലെ ഒടുക്കത്തെ കുലുക്കായിരുന്നു.
ഇതാണ് അയ്യപ്പൻ കോവിലേക്കുള്ള ഒരു തൂക്കുപാലാണ്, പഴയ തൂക്കുപാല. ഇനി നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി നോക്കാം. ഇതിൽ പുരാതനമായ ക്ഷേത്രമുണ്ട്, ഇപ്പം പ്രതിഷ്ഠ കഴിപ്പിച്ച ക്ഷേത്രമുണ്ട്. നമുക്ക് രണ്ടും കാണാൻ പറ്റുമോ നോക്കാം. ആ തൂക്കുപാലാണ് ഒരു ഇതിൽ ഒരേ ഫ്രെയിമിൽ നമുക്ക് രണ്ട് ഇത് കാണാം. വളരെ ഭയങ്കര ഏറ്റവും നീളം കൂടിയതാണിത്. അപ്പോൾ അപകട മേഖലയിലാണെന്നൊക്കെ പറയുന്നൊക്കെ ആളുകൾ പറയുന്നത് അറിയത്തില്ല അത്രത്തോളം. ഇതാണ് ഞാൻ പറഞ്ഞ അയ്യപ്പൻ കോവിൽ. വളരെ പുരാതനമായൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ അവർ പുതുക്കി പണിയിരിക്കുകയാണ്. അപ്പോൾ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അയ്യപ്പൻ ക്ഷേത്രമാണ്. ഇതിലൂടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഭംഗിയുടെ ചുറ്റുള്ള കാഴ്ചകളൊന്നും നോക്കി. നല്ല വെള്ളമുള്ള ഒഴുക്കുള്ള സമയത്തായിരുന്നെങ്കിൽ ഈ കോവിൽ ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയം. സാധന ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, അയ്യപ്പൻ കോവിൽ, ഇടുക്കി. തത്വമസി. ഇതാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ പുതുക്കി പണിയിരിക്കുകയാണ്. ഇതിൻ്റെ കാഴ്ചകളാണ് സന്ദർശിച്ചവർ. കുട്ടീസൊക്കെയാണ്. അടച്ചിരിക്കുകയാണ് തോന്നുന്നു. അടച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് വരാം. നല്ല കാഴ്ച. പ്രതിഷ്ഠയൊക്കെ നടന്നു പോകുന്നു, പക്ഷെ തുറന്നിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമൊക്കെയാണ്, ബാക്കി ഭാഗങ്ങളൊക്കെയാണ്. കണ്ടോ? ഇതാണ് അമ്പലം. തുറന്നിട്ടുണ്ട്. 5:30 മുതലാണ് അതിൻ്റെ ദർശന സമയം. ഇപ്പം 5 മണിയായിട്ടുള്ളൂ. ഇതാണ് അയ്യപ്പ ശാസ്താ ക്ഷേത്രം, അയ്യപ്പൻ കോവിലിലെ പുതിയത്. ഇപ്പോൾ നട ചെറുങ്ങനെ തുറന്നു കാണാം. പക്ഷേ ഇവിടെ വീഡിയോ ഫോട്ടോഗ്രാഫിയൊക്കെ ബാനാണ് ഉള്ളിൽ. അപ്പോൾ ഞാൻ ഒന്ന് പോയി ദർശനം കഴിഞ്ഞിട്ട് വരാം. ഇപ്പം തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. അപ്പം ഭാഗ്യം, ക്ഷേത്രം തുറന്നു. 5 മണിക്ക് തുറന്നു. എൻ്റെ മഹാഭാഗ്യം. കാരണം ഞാൻ കാണുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞു. ഞാൻ മടക്കുകയാണ്. അപ്പോൾ ഇതാണ് അയ്യപ്പൻ കോവിലിലെ ബ്രിഡ്ജും പിന്നെ കാഴ്ചകളും ക്ഷേത്രവും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.